ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. അത് മറ്റാരുടെയുമല്ല, മന്ത്രി വി ശിവൻകുട്ടിയുടേതാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി നേരത്തെയും ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് MK സ്റ്റാലിനെ പോലെയുള്ളവർ കേരളത്തിലേക്ക് വന്നാൽ അവരെ തടയുമെന്ന BJPയുടെ മോഹം, അതൊക്കെ വ്യാമോഹം എന്നുള്ളതായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. യഥാർത്ഥ ഭക്തർ പങ്കെടുക്കും, വ്യാജമായി അഭിനയിച്ച് നടക്കുന്നവർ പങ്കെടുക്കില്ല എന്നും മന്ത്രി പറയുന്നു. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുക്കും. സുരേഷ് ഗോപി പങ്കെടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് അയ്യപ്പ സംഗമത്തിന് ഒന്നും സംഭവിക്കാനില്ല. അതാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കും. വ്യാജമായിട്ട് ഭക്തനാണെന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവർ പങ്കെടുക്കില്ല. അതേസമയം ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തക അവകാശം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. CPIഎമ്മിനായി സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കം ഏറെ ശ്രദ്ധേയമാണ്. BJPയെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാട് സമീപകാലത്ത് വെള്ളാപ്പള്ളിയിൽ നിന്ന് ആദ്യമായാണ് ഉണ്ടാകുന്നത്. ഹിന്ദു ഐക്യവേദി SNDP NSSനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോട് അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ പറയട്ടെ, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദു അല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് ആർക്കുമില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJPയിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായ ഒരു നീക്കം കാണുന്നില്ല. പക്ഷേ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. സമീപകാലത്തായി CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കാറുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിനെ ആയിരുന്നു രൂക്ഷമായി ആ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ലീഗിനെതിരെയും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു വരികയായിരുന്നു. പക്ഷേ BJPക്കെതിരെ കാര്യമായ വിമർശനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് BJPയെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയെ കുറച്ചുകൂടി തീവ്രമായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിനെ തന്നെ അതിനെതിരെ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഹിന്ദു ഐക്യവേദിക്കില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനോട് ഒരു മിതമായ സമീപനത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. നേരിട്ട് തുറന്ന് തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് ഹിന്ദു ഐക്യവേദിക്കും കാണാൻ കഴിയില്ല. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം അത്ഭുതമായി മാറും, അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പരിഹാസ്യരായി മാറും എന്ന കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തീർത്തും നമുക്ക് കാണാൻ കഴിയും. അത് CPM അനുകൂല രാഷ്ട്രീയമാണ്. അതിലൊന്നുകൂടി വ്യക്തത വരുന്നു. അത് കോൺഗ്രസിനെതിരെ മാത്രമല്ല, BJPക്കെതിരെ കൂടി സംഘപരിവാറിനെ ആകെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് എന്നതാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി അങ്ങനെ സംഘപരിവാർ സംഘടനകളെയാണ് വിമർശിക്കുന്നത് എങ്കിൽ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും അധിക്ഷേപിക്കുകയാണ് സമസ്ത നേതാവ്. ഈ അധിക്ഷേപ പരാമർശം നടത്തുന്നത് സമസ്ത നേതാവ് മുഷാവറ അംഗവുമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയാണ്. പല മന്ത്രിമാർക്കും MPമാർക്കും MLAമാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നാണ് നദ്വിയുടെ വിമർശനം. ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാകില്ല എന്നുകൂടി അധിക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MPമാരുണ്ട്, MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അത് ഇല്ലാത്തവരാരാണ് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? നഗരം കീഴടക്കി പുലികൾ. ശക്തന്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി. അരമണി കിലുക്കി ചുവട് വെച്ച് പുലികൾ ഇറങ്ങിയതോടെ ആവേശ കൊടുമുടിയിലായി കാഴ്ചക്കാർ.
പുലിച്ചൂട്ട അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത്രമാത്രം ഗംഭീരമായി കഴിഞ്ഞ വർഷത്തേക്കാൾ മനോഹരമായ ഒരു പുലിക്കളി എന്ന് തന്നെ പറയാം. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേക്കാൾ 9 സംഘങ്ങളാണ്, പുലി സംഘങ്ങളാണ് ഇത്തവണ ശക്തന്റെ മണ്ണ് കീഴടക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായമൊക്കെ വലിയ തരത്തിൽ ആ പുലി സംഘങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇത്തവണത്തെ പുലിക്കളി അത് ഗംഭീരമായി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത്രമാത്രം വർണ്ണാഭമായ കാഴ്ചയ്ക്കാണ് അല്പം മുൻപ് പോലും നമ്മുടെ ശക്തന്റെ മണ്ണ് ഈ തൃശ്ശൂര് അത് സാക്ഷ്യം വഹിച്ചത്. തൃശ്ശൂർക്കാർക്ക് എന്താഘോഷമല്ലേ. ഇത്തവണയും വർണ്ണ പകിട്ടോടുകൂടിയാണ് പുലിക്കളി നഗരത്തിലിറങ്ങിയത്. ആവേശത്തിനും ആഘോഷത്തിനും ഒട്ടും മുടക്കം വന്നില്ല. ഇവിടെ എത്തുന്നവർക്ക് വലിയ കാഴ്ച തന്നെയാണ്, കാഴ്ചയുടെ വർണ്ണാഭം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. തുടക്കം മുതൽ തന്നെ, വൈകുന്നേരം മുതൽ തന്നെ ഇത് ഒരുങ്ങുന്നതിന് മുൻപ്, പുലികൾ നിരത്തിലിറങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ ജനസാഗരമായിരുന്നു തൃശ്ശൂർ നഗരം. ഓരോ പ്രാവശ്യവും കഴിഞ്ഞ തവണത്തെക്കാളും ഏതൊക്കെ രീതിയിൽ മാറ്റം കൊണ്ടുവരാം, എന്തൊക്കെ പുതുമ കൊണ്ടുവരാം എന്ന് തന്നെയാണ് ഇത്തവണയും ഓരോ ദേശക്കാരും അതിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതും. ആ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് നമ്മൾ സ്വരാജ് ഗ്രൗണ്ടിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത തവണയും ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കാം എന്ന് തന്നെയാണ് ഓരോരുത്തരും, ഓരോ ദേശക്കാരും ആ രീതിയിലുള്ള പദ്ധതികളെല്ലാം ഇട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പൊക്കോണ്ടും ഇരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഇപ്പോഴും ഈ സ്വരാജ് ഗ്രൗണ്ടിൽ നിറഞ്ഞു തൂകുന്നത്. ആദ്യം നാളികേരമുടച്ച ശങ്കരംകുളങ്ങര ദേശം മുതൽ അവസാനം നാളികേരമുടച്ച നടുവിലാൽ ദേശം വരെ പുലികളി ഗംഭീരമാക്കാൻ പരസ്പരം മത്സരിച്ചപ്പോൾ ഇക്കൊല്ലത്തെ പുലികളി ആവേശോജ്വലമായി. തൃശ്ശൂരുകാരുടെ കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുകയാണ് അടുത്ത വർഷത്തെ പുലിക്കളിക്കായി. അഖിൽ ഓട്ടുപാറയ്ക്കും KP ധനേഷിനും വിനോദ് കുമാറിനും ഭവ്യ പാർവതിക്കും നവമി ദിനേശിനുമൊപ്പം CV അനുമോദ്, ന്യൂസ് 18.